അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, കൈഫ കാന ഖുലുഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരാൻ. മഹദി പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. ഇനി അതിൽ കൂടുതൽ വിശദീകരിച്ച് പറയാൻ കഴിയില്ല. ഏത് രൂപത്തിലാണോ ഒരു മനുഷ്യനോട് പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, അതുപോലെ അണുവിട തെറ്റാതെ ആ രൂപത്തിലാണ് പ്രവാചകൻ ജീവിച്ചു കാണിച്ചത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, നബിയെ താങ്കൾ അതിമനോഹരമായ സ്വഭാവത്തിന് ഉടമയാണ്. മറ്റൊരിടത്ത് പറയുന്നത് കാണാം, വലൗ കുന്തു ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലി, അങ്ങ് കാഠിന്യ ഹൃദയമുള്ളവനായിരുന്നുവെങ്കിൽ, അങ്ങയുടെ പെരുമാറ്റം വളരെയധികം ഗൗരവത്തോടെ ആയിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ഓടിപ്പോകുമായിരുന്നു. പക്ഷേ താങ്കൾ കരുണാനിധിയും കാരുണ്യവാനുമാണ്. വളരെയധികം സ്നേഹത്തോടെ കാരുണ്യത്തോടെ എല്ലാവരോടും പെരുമാറിയിരുന്ന ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധ മാസത്തിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ ശുദ്ധീകരണം വരുത്തുക എന്നതാ. അതും പ്രവാചക സ്നേഹത്തിൻ്റെ അനുധാവനത്തിൻ്റെ മാർഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നുവെങ്കിൽ നമ്മുടെയും സ്വഭാവം ഖുർആനിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. കാരണം സ്വഭാവം നന്നാവുക എന്നുള്ളത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. മഹ്ശറ വൻസഭയിൽ ഏറ്റവും കൂടുതൽ മീസാനിൽ തൂങ്ങുന്ന നന്മ എന്ന് പറയുന്നത് ഹുസ്നുൽ ഖുലുഖാണെന്ന് നിരവധി ഹദീസുകളിൽ നാം പഠിച്ചതാണ്. സൽ സ്വഭാവം എന്താണ്? സൽ സ്വഭാവം, നിന്നോട് മറ്റുള്ളവർ ചെയ്യരുത്, മറ്റൊരാൾ നിന്നോട് ഏതൊരു രൂപത്തിൽ പെരുമാറുമ്പോഴാണ് നിന്റെ മനസ്സ് വേദനിക്കുന്നത്, നിന്നോട് ഏതൊരു രൂപത്തിൽ മറ്റൊരാൾ ഇടപഴകുമ്പോഴാണ് മറ്റുള്ളവർക്ക് മുന്നിൽ നീ പരിഹാസ്യനായി പോയി എന്ന് നിനക്ക് തോന്നുന്നത്, ആ ഒരു രൂപത്തിൽ നീ മറ്റുള്ളവരോടും പ്രതികരിക്കരുത്. നമുക്ക് എന്തൊക്കെ ഇഷ്ടമല്ലാതിരിക്കുമോ, നാം അപഹാസ്യനായി എന്ന്, നാം മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനായി എന്ന് തോന്നുന്ന രൂപത്തിൽ മറ്റൊരാൾ സംസാരിക്കുന്നത് എങ്ങനെയാണോ, ആ രൂപത്തിൽ ആരോടും നാം സംസാരിക്കണ്ട, ആരുടെയും അഭിമാനം പറിച്ചു ചീന്തണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അനുധാവനം ചെയ്യുക. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പുണ്യ റബീഉൽ നാം